ചേട്ടോ നല്ല ഇറച്ചിയാ അതല്ല ഇത് വെച്ച് നമുക്ക് എന്നാ ഒരു സ്പെഷ്യൽ ആയിട്ട് പോത്തരിക്ക് എന്നാ സ്പെഷ്യാലിറ്റി ഇരിക്കുന്നു ചേട്ടാ. ഞാൻ പിടി ഉണ്ടാക്കുന്നു. പിടിയും പോത്തും കൂടെ പോത്ത് തേങ്ങ വറുത്തരച്ചു വെച്ചാലും അതൊക്കെ പണ്ട്. ഈ പിടി എന്ന് പറയുന്ന ആൾക്ക് വലിയ അഹങ്കാരം ഒന്നുമില്ല. പോത്തിന്റെ പുറകെയാണേലും പിടി പോകും. നമുക്ക് പിടിയും കോഴി പോത്തും ആയാലോ വറുത്തരച്ചിട്ട് വെക്കാം. പിടിയും പോത്തിറച്ചി വറുത്തരച്ചതും. ഓക്കെ, അപ്പോഴേ ഇന്ന് ഞാൻ പിടി എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി ഉണ്ടാക്കുക. അതിനുള്ള വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ച് വാരി വെച്ചിട്ട് അത് നമുക്ക് അടുപ്പ് വെച്ച് തിളപ്പിക്കാം. ഏലക്ക രണ്ടെണ്ണം ഇട്ടാൽ നല്ല രുചി കിട്ടും. ഇത് നമുക്ക് തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ട് ഇതിൽ വേണം നമുക്ക് ആ പൊടി കുഴക്കാനായിട്ടുള്ള തുടങ്ങും അതിനുള്ള പരിപാടിയെ. അപ്പൊ നമുക്ക് അടുത്ത് വെച്ച് അപ്പൊ നമ്മുടെ പിടി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ ഞാൻ ആ വെള്ളം നമ്മൾ ആ വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകമൊക്കെ തിളപ്പിച്ച വെള്ളം നമുക്ക് ആ പൊടിയിലോട്ട് ഒഴിക്കാം. ഞാൻ വെള്ളം ഒഴിച്ചില്ല, മോളത് പയ്യെ കുഴച്ച്. പിടിയും കോഴിയും നമ്മൾ കേട്ട് മടുത്തല്ലേ ചേട്ടാ? പിടിയും കോഴിയും മാറ്റി നമ്മൾ പിടി നല്ല വറുത്തരച്ച പോത്തുകറി, തേങ്ങ നല്ല വറുത്തരച്ചൊക്കെ ഇപ്പൊ കണ്ടോണം ശാലം കഴിയുമ്പോ കണ്ടോണം കളി. അപ്പൊ നമ്മൾ അതിനുള്ള മാവ് ഇതേ കുഴച്ച് പൊടി നല്ലോണം കുഴച്ച് വെച്ച് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പീര ഇട്ട് നല്ലൊരു ചീരിക്ക കൂടെ ഇളക്കി കൊടുക്കും. തേങ്ങാപ്പീരക്ക് ഒരു മടിയും കാണിക്കണ്ടല്ലേ? തേങ്ങാപ്പീര എന്തേരം ചേർത്താൽ അത്രയും രുചിയാണ്. അപ്പൊ തേങ്ങാപ്പീര നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഈ ഞാൻ കുഴച്ച പൊടിയുടെ കൂടി. അപ്പൊ അതിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർക്കണം കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് ഉപ്പ് പാകത്തിന് മതി. ഉപ്പൊക്കെ ചേർത്താണ് നമ്മൾ ആ മാവ് കുഴച്ച്. അപ്പൊ നമ്മൾ പിടി ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ ആ മാവും ഒക്കെ കുഴച്ച് അതിനകത്ത് ചെറുതായിട്ട് ഉണ്ടകളാക്കി ഇങ്ങനെ വെക്കുക. അപ്പൊ വെള്ളം തിളച്ചു അല്ലേ? വെള്ളം നല്ലോണം വെട്ടി തിളച്ച് അതിലേക്ക് നമുക്ക് ശലം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അപ്പൊ തേങ്ങാപ്പീര ഇട്ടു. അപ്പൊ തേങ്ങാപ്പീര ഞാൻ അങ്ങോട്ട് ഇട്ടു. അപ്പൊ ആ വെള്ളം കുറുകാനായിട്ടൊരു ശകല അരിപ്പൊടി അങ്ങ് ഇടണം. അപ്പൊ എന്നാലേ ആ വെള്ളത്തിന് ഒരു കുറുക്കം കിട്ടത്തുള്ളൂ. അല്ലെ അതേ നമ്മള് വെള്ളം പോലെ കിടക്കും. ഇതിപ്പോ നല്ലോണം കുറുകിക്കോളും. അപ്പൊ അത് നല്ല തിളച്ച് കിടക്കുവാണ്. അതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഉണ്ടകൾ അങ്ങിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായി വീഴട്ടെ. ഇനി ആ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ അങ്ങ് വെന്ത് കുറുകി കഴിയുമ്പോ നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഈ പൊടി കുഴച്ചത്. വലിയ വേവ് വേണ്ട, വലിയ വേവ് വേണ്ട. അപ്പൊ നമ്മുടെ പിടി നല്ല റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അതിന് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള പോത്തേ നല്ല ചേരുവൊക്കെ ചേർത്ത് ഞാൻ വേവിച്ചിരിക്കുക. അതിനകത്തോട്ട് നല്ല തേങ്ങ വറുത്തരച്ച് അതുകൂടി അങ്ങ് ചേർക്കുക. ഇതുകൂടി ആയി കഴിയുമ്പോൾ നമ്മുടെ പോത്ത് റെഡിയായി. അപ്പം കഴിക്കാൻ റെഡിയായിട്ട് എല്ലാവരും ഇങ്ങ് പോകുന്ന മാത്രം മതി. ഇത് കണ്ടോ, നമ്മുടെ പോത്ത് തേങ്ങ വറുത്തരച്ച് ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ശലം ചെറിയ ഉള്ളി നല്ല പത്തലുമുളക് ഉണക്കപ്പത്തലുമുളക് വറുത്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് വറുത്തരച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് കഴിക്കാൻ ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മുടെ പിടിയുടെ പുറകെ പോയ പോത്തും റെഡി. കൂടെ ഒരു ഗുമ്മിന് ഇച്ചിരി കട്ടൻ കാപ്പിയും. നമുക്ക് തുടങ്ങിയാലോ? കണ്ടോ, ഡിഷായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു പിടി എടുത്ത് ചേട്ടൻ പറഞ്ഞ കറക്റ്റാ കേട്ടോ. പിടിക്ക് അങ്ങനെ ഒരു അഹങ്കാരം ഇല്ല. കോഴിയുടെ പുറകെ തന്നെ പോവുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ പുറകെ പോവും. സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളി. എൻ്റെ ഈ ചാറുണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റാട്ടോ. അതും പോത്തിന്റെ ഗ്രേവിയും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ സൂപ്പർ. അപ്പോഴേ നമുക്ക് തണ്ണീർപ്പന്തൽ വരുമ്പം ഈ പിടിയും പോത്തും ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടിപൊളിയാ, സൂപ്പർ. ഓക്കെ, എന്നാലും നമുക്ക് തണ്ണീർപ്പന്തൽ വെച്ച് കാണാം. ബൈ.